ഭ്രാമരി പ്രാണായാമം എന്ന് പറഞ്ഞാൽ വണ്ട് മൂളുന്ന മാതിരി നമ്മൾ മൂളുകയാണ്. ചിലത് ഇങ്ങനെ അടച്ചു പിടിക്കും. ഞാൻ ചെയ്യണ ശരി, ഓൾ ദാറ്റ് ആർ റോങ്. ഇങ്ങനെ തന്നെ അടയ്ക്കണം അല്ലേ? ഓരോ വാരിയലുകളുടെ ഇടയിലുള്ള മാംസപേശികൾ സ്പിങ്ഡർ മസിൽസ് ആണ്. അപ്പോൾ ലങ്സ് വലുതാവണതിന് വരും വയറിങ്ങനെ വലുതാവും എന്ന് പറഞ്ഞാൽ ശരിയാണോ തെറ്റാണോ? നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ ഇപ്പോൾ അങ്ങയുടെ 88ാമത്തെ വയസ്സിൽ അങ്ങയുടെ പഞ്ചേന്ദ്രിയങ്ങളെയും കൃത്യമായി ബാലൻസ് ചെയ്ത് പഞ്ചേന്ദ്രിയങ്ങളുടെയും സുഖങ്ങൾ അനുഭവിച്ച് പഞ്ചേന്ദ്രിയങ്ങളുടെയും ശേഷി കൃത്യമായി മനസ്സിലാക്കി ജീവിക്കുന്ന ഒരാളാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ശേഷി ഇപ്പം യോഗ കൊണ്ട് നമുക്ക് ചിട്ടപ്പെടുത്താൻ പറ്റാത്ത അവയവങ്ങൾ ഏതെങ്കിലും ഉണ്ട്? യോഗ കൊണ്ട് ചിട്ടപ്പെടുത്താൻ പറ്റാത്ത ഒരു അവയവങ്ങളും ഇല്ല. ചെവി എല്ലാത്തിനും കിട്ടും. ചെവിയിലൊക്കെ ഭംഗിയായിട്ട് കിട്ടുന്നതിന് പ്രാണായാമങ്ങളിൽ ഒരു ഭ്രാമരി പ്രാണായാമം എന്നുണ്ട്. ഭ്രമരം എന്ന് പറഞ്ഞാൽ വണ്ട് മൂളുന്ന ശബ്ദത്തിൽ നമ്മൾ ആ ബ്രീത്തിങ് ചെയ്യുകയാണ്. ഭ്രാമരി പ്രാണായാമം എന്ന് പറഞ്ഞാൽ ഈ വണ്ട് മൂളുന്ന മാതിരി നമ്മൾ മൂളുകയാണ്. അപ്പോൾ നമ്മുടെ തലയുടെ ഉള്ളിലുള്ള മുഴുവൻ ചെറുചരമ്പുകളും അലർട്ടാകുകയാണ്. കാരണം ഈ ഭ്രാമരി ചെയ്യുമ്പോൾ നമ്മൾ തല അല്പം കുനിച്ച് ഇരുന്നിട്ട് മൂളുകയാണ്. വെറുതെ മൂളുക. അങ്ങനെ ലോങ് ആയിട്ട് നീങ്ങും. അപ്പൊ കണ്ണു അടച്ചിട്ട് ആ സൗണ്ടിൽ തന്നെ ശ്രദ്ധിക്കും. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ അത് നമുക്ക് കുറച്ചുകൂടി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളത് ഉള്ളം കൈ കൊണ്ട് ഇങ്ങനെ ചെവി അടച്ചു പിടിച്ചേക്കും. ആ ഉള്ളം കൈ കൊണ്ട് അടച്ച് പകരം ചിലത് ഇങ്ങനെ ചെവി അടച്ചു പിടിക്കും, ചിലത് ഇങ്ങനെ അടച്ചു പിടിക്കും. ഞാൻ ചെയ്യണ ശരി, ഓൾ ദാറ്റ് ആർ റോങ്. ഇങ്ങനെ തന്നെ അടയ്ക്കണം അല്ലേ? അതാണ് ശരി. ഉള്ളം കൈ. കാരണം ഇയർ ഡ്രം അങ്ങ് ഉള്ളിലായിരിക്കണേ. വിരലിട്ട് ഇങ്ങനെ അടച്ചു പിടിച്ചാൽ സ്ഥലം കുറയും. അത് തന്നെ ഇങ്ങനെ നല്ലോണം അടച്ചു പിടിച്ചാൽ കുറച്ചുകൂടി സ്ഥലം കിട്ടി. ഇതല്ല. അപ്പൊ ഒരു ചെണ്ട കൊട്ടണ മാതിരി മദ്ദളത്തിനാണ് ഭയങ്കര മുഴക്കം. ആ മുഴക്കം കിട്ടണം. അതിനാണ് നമ്മൾ ഇങ്ങനെ വയ്ക്കുന്നത്. പിന്നെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചു നേരം കഴിഞ്ഞാൽ വേദന എടുക്കും. ചെവി ഇങ്ങനെ അമർത്തി വെച്ചിട്ട് കഴിഞ്ഞാൽ ഒരു 5-6 പൾസ് പോയിന്റ് ജാമായിരിക്കും. അപ്പൊ അവിടെ സർക്കുലേഷൻ അറസ്റ്റ് ചെയ്യുകയാണ്. ഇതും അതുപോലെ ഇങ്ങനെ ഒരുപാട് അമർത്തി പിടിച്ചിരുന്നാൽ പ്രഷർ കൊടുക്കുന്നു. അബദ്ധമാണ്. പ്രാണായാമം വേറെ പല രീതിയും ചെയ്യുന്നത്. അപ്പൊ ഇതിനെ കുറിച്ച് പറയാം, ചെവിയുടെ കാര്യം പറഞ്ഞപ്പോ. അപ്പൊ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഒന്ന് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഉണ്ടായിരുന്ന ആ വൈബ്രേഷൻ അത് തന്നെ കൈ ഇങ്ങനെ ഒന്ന് പൊത്തി പിടിച്ചൊന്ന് ചെയ്തു നോക്കൂ, ഫീൽ ചെയ്യും. ഉള്ളം കൈ കൊണ്ട് ചെവി പൊത്തി പിടിക്കുക, വെല്ലം നിർത്തണ്ട കേട്ടോ. ആക്ച്വലി ഇപ്പൊ എന്താ സംഭവിക്കണമെന്ന് അറിയോ? നമ്മൾ അല്പം തല കുനിച്ചു പിടിക്കാൻ പറഞ്ഞാലും അത് കാര്യമുണ്ട്. ഇങ്ങനെ പിടിച്ചിരുന്നാൽ നമ്മുടെ കുറുനാക്ക് ഇങ്ങനെ ഒട്ടിയിട്ട് കിടക്കുകയാണ്. ഇങ്ങനെ പിടിച്ച് തല അല്പം കുനിച്ചു കഴിഞ്ഞാൽ കുറുനാക്ക് ഫ്രീ ആയിട്ട് കിടക്കും. ആ കുറുനാക്കിന്റെ സറൗണ്ടിങ്സ് ആകെ കിടന്ന് വൈബ്രേഷൻ ആണ് മൂളുമ്പോൾ. ആ വൈബ്രേഷൻ ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റിംഗ് ടുവേഴ്സ് ദി ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ അടുത്ത്. ഈ ഹൈപ്പോതലാമസ് എന്നുള്ള ഗ്ലാൻഡിന്റെ ജോലി എന്താ വെച്ചാൽ കൺട്രോൾ ഓഫ് ഓട്ടോമാറ്റിക് ബോഡി പ്രോസസ്. കൺട്രോൾ ഓഫ് ഓട്ടോമാറ്റിക് ബോഡി പ്രോസസ്. ശരീരത്തിൽ നടക്കുന്ന എല്ലാ പ്രവർത്തികളെയും നിയന്ത്രിക്കുന്ന മെക്കാനിസമാണത്. ഒരു സോയാബീൻ്റെ അത്ര തന്നെ ഇല്ല. ചില ഇതിലൊക്കെ ഐസോട്ടോപ്പുകളില്ലേ, വളരെ ചെറുത് മതി, അതിന്റെ പ്രവൃത്തി എന്താണ്. അതുപോലെ ഈ സാധനത്തിനെ പവർഫുൾ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യണത്. പകരം ആധ്യാത്മികം എന്ന് ഞാൻ പറഞ്ഞ കാര്യം, ആധ്യാത്മികം പറഞ്ഞിട്ട് ഓം എന്ന് പറഞ്ഞാൽ ഈ വൈബ്രേഷൻ കിട്ടുമോ? വാ തുറന്ന് പിടിച്ചൊന്ന് നോക്കൂ. ഇല്ല. ശരിയാ. പക്ഷെ ഓം എന്ന് പറയുന്നത് ശരീരത്തിന് താഴെ എല്ലാം പറയും. അതെല്ലാം പറയും. അതിപ്പോ ഓം എന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞാല് എന്റെ വിവക്ഷയിൽ അങ്ങനെയല്ല. ഈ ഭൂമിയുടെ നില കാര്യമാണ്. ഭൂതകാലം, വർത്തമാനകാലം, ഭാവി. അതാണ് ആ 3 അക്ഷരം. ആ ഓ ഊ എന്ന് പറഞ്ഞാൽ പറ്റൂല. അപ്പൊ ഇതെല്ലാം സൗണ്ട് വരുമ്പോ ശ്വാസം പുറത്തേക്കല്ലേ പോണേ, ഉള്ളിലേക്ക് വരുമോ? ഇല്ല. ഉള്ളിലേക്ക് വന്ന് അങ്ങനെ ഒച്ച ഉണ്ടാക്കാവോ? ഇപ്പൊ നമ്മൾ ദിവസവും കേട്ടോണ്ടിരിക്കുന്ന ഇടയ്ക്ക് അമൃതാനന്ദമയിലെ വലിയൊരു സ്വാമിയാര് ഓം എന്നുള്ളതിന് പകരം അദ്ദേഹത്തിന്റെ കൃതിയിൽ മാ എന്ന് പറയാ. മാ എന്ന് പറഞ്ഞാൽ ശ്വാസം പുറത്തേക്കല്ലേ പോണേ.
ശ്വാസം ഉള്ളിലേക്ക് എടുത്തോണ്ട് മാന്നൊന്ന് പറഞ്ഞു തരാവോ? ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ശബ്ദം ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല അല്ലേ? പറ്റൂല. ഇല്ലല്ലേ? ഞാനീ പറയുമ്പോഴേ ഞാൻ നിഷേധിച്ച് പറയണോന്ന് പറയരുത്. അപ്പൊ ഇങ്ങനെ പറയുമ്പോ ഞാൻ നിരീശ്വരനാണെന്നൊക്കെ പറഞ്ഞ ആൾക്കാര്, ഒരു പ്രശ്നമില്ല. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താ? സർവ്വവ്യാപിയാണ്. പുരാണങ്ങളിൽ പറയുന്നതിനനുസരിച്ച് തൂണിലും തുരുമ്പിലും എല്ലാത്തിലും ഉണ്ട്. സർവ്വവ്യാപിയാണ് ഈശ്വരൻ. അങ്ങനെയല്ലേ നമ്മളൊക്കെ പുരാണങ്ങൾ കേട്ടതും പഠിച്ചതൊക്കെ പറഞ്ഞിരിക്കണേ. സർ, ഒരു ഡൗട്ട്. ബ്രീത്തിങ്, നമ്മൾ ശ്വാസം എടുക്കുക വിടുന്ന കാര്യം പറയുമ്പോൾ പലരും പലതും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് നെഞ്ച് വികസിപ്പിക്കണം, ചിലപ്പോൾ ശ്വാസം എടുക്കുമ്പോൾ നമ്മൾ ഇന്ന ചെയ്യുമ്പോഴത്തേക്കും വികസിച്ച് വരണം, ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും അത് ഇങ്ങനെ ചുളുങ്ങി പോകണം എന്നൊക്കെ പറയും. ചില ആൾക്കാർ പറയും ഞാൻ ഇന്ന ചെയ്യുമ്പോൾ വയറിങ്ങനെ പുറത്തോട്ടാണ് വരുന്നതെന്ന് പറയും. ഇതിന്റെ ഒരു കറക്റ്റ് ശാസ്ത്രീയ വശം കൂടിയിട്ട് ഒന്ന് പറയാം. ഈ ബ്രീത്തിങ്ങിന്റെ ആവശ്യം, ബ്രീത്തിങ് നടക്കണ എങ്ങനെയാ? ഈ രണ്ട് മൂക്കിൽ രണ്ട് ഹോളിൽ കൂടി വന്ന് തൊണ്ടയിൽ ചെന്നിട്ട് ഒരു വിൻ പൈപ്പാണ്, അതിലെ ഇങ്ങോട്ട് വന്നിട്ട് വീണ്ടും രണ്ടാവുകയാണ്. അങ്ങനെ ആ ലങ്സിൽ നിറയണം. ആ ലങ്സിൽ നിറഞ്ഞിട്ട് അവിടെ നിന്ന് ഇത് വഴി ചെറിയ എയർ സാക്സ് ഉണ്ട്, അതിൽ നിന്ന് ചെറിയ ഞരമ്പുകളിലേക്ക് ചേർന്നിട്ട് അവിടെ നിന്ന് അത് എന്തിനെങ്ങനെ ചെല്ലണേ, അത് കഴിഞ്ഞിട്ട് രക്തത്തിലേക്ക് കലരുകയാണ് വായു. അപ്പോൾ അന്തരീക്ഷ വായു ഇങ്ങോട്ട് വലിച്ചെടുത്തിട്ട് ഇങ്ങോട്ട് ചെല്ലുമ്പോൾ ഓക്സിജനെ മാത്രമാണ് സ്വീകരിക്കണേ. അതല്ലാണ്ട് പറ്റില്ല. വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഹൈഡ്രജനൊക്കെ ഇങ്ങനെ പെട്ടെന്ന് തന്നെ കത്തിപ്പോവില്ലേ? അപ്പോൾ ഇതല്ല. ആ സാധനത്തിനെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള പ്രക്രിയയാണ് ബ്രീത്തിങ്. ശരിയല്ലേ? ഒരു കൊല്ലൻ്റെ ആലയിൽ പണിയാണെങ്കിൽ ഓല വച്ച് അടിക്കുമ്പോൾ ഇങ്ങനെ അടിക്കുകയാണെങ്കിൽ എന്തോരം വലിപ്പം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് അങ്ങോട്ട് പോകണ്ടേ? ശ്വാസം പുറത്തേക്ക് പോയി പൈപ്പിൽ കൂടി പോകണ്ടേ? അതുപോലെ ഇങ്ങോട്ട് കയറുമ്പോൾ കിട്ടണമെങ്കിൽ ഇത് വലുതാവണ്ടേ? ആ പ്രക്രിയ എങ്ങനെയാണ് നടക്കുന്നത്? നമ്മുടെ വാരിയല്, തൊറാക്സ്, നെഞ്ചും കൂട്, വാരിയല് അതിനെ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഉറങ്ങുകയാണെങ്കിൽ എന്ത് ഇതാണ് വർക്ക് ചെയ്യുക, അതിന്റെ നാച്ചുറലായിട്ട് നടക്കണം, നമ്മൾ അറിയുന്നില്ല. അതായത് ഓരോ വാരിയലുകളുടെ ഇടയിലുള്ള മാംസപേശികൾ സ്പിങ്ഡർ മസിൽസ് ആണ്. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവർക്കം പോലെ അതങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ വന്നെങ്കിൽ നെഞ്ച് വികസിക്കണം, അത് ഓട്ടോമാറ്റിക്കായിട്ട് ചുരുങ്ങുകയും ചെയ്യും. അപ്പോൾ ആ പ്രക്രിയ നടക്കുന്ന അനുസരിച്ചിട്ട് വയറ് വലുതായാൽ പറ്റുമോ? എല്ലാവരും പറയും ശ്വാസം കയറണതിൻ്റെ ഓർഗൻ ഏതാ? ലങ്സ്. വയറ്റിലേക്കാണോ കയറണേ? അല്ല. ഈ വയറ് ചിലർക്ക് വീർക്കണ എന്താ? നെഞ്ച് ശരിക്കും പറഞ്ഞാൽ റിബ് ഹൗസ് അനങ്ങുന്നില്ല. അനങ്ങാണ്ടാകുമ്പോൾ ലങ്സ് കീഴ്പോട്ട് തള്ളുമ്പോൾ അപ്പർ ഡയഫ്രത്തിനെ തള്ളി വരുമ്പോൾ ആ തള്ളലനുസരിച്ച് വയറ് വലുതാവും. കാരണം ഇവിടെ അനങ്ങണില്ല. അപ്പൊ ഇങ്ങോട്ട് തള്ളാണ്ട് എന്ത് ചെയ്യും? ആവശ്യമുള്ള ശ്വാസം എടുക്കണ്ടേ? അതൊന്ന് വരുമ്പോഴോ വയറൊട്ടുമ്പോൾ ഇത് വരും. ഇപ്പൊ വയറ്റിലേക്കാണ് കൊടുക്കണേ. ബ്രീത്തിങ്ങിന്റെ ഓർഗൻ ഏതാണ്? സയന്റിഫിക് ആയിട്ടും സത്യസന്ധമായിട്ടും ലങ്സ് ആണ്. അപ്പൊ ലങ്സ് വലുതാവണതിന് വരും വയറിങ്ങനെ വലുതാവും എന്ന് പറഞ്ഞാൽ ശരിയാണോ തെറ്റാണോ? ലങ്സ് താഴേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ് അതിന്റെ ലക്ഷണം അല്ലേ? നമ്മുടെ ലങ്സ് ഇങ്ങനെ അങ്ങോട്ട് നീങ്ങി വരും. അതേസമയം അപ്പർ ഡയഫ്രം അവനെ ഇതിനെ എല്ലാத்தைയും കൂടി താങ്ങി പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് കോൺവെക്സ് ആണ്. ഇങ്ങനെ ആ സ്പ്രിങ് ആക്ഷൻ വരും. അടിവേര് കോൺകേവ് ആണ്. അപ്പോൾ ആ പറയുന്നത് എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഓരോരുത്തരുടെ പ്രമാണിത്വം കാണിക്കാനാണ്.